നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. പത്രങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത്, എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജ് മാറ്റിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ്. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ആദായ മധുരം എന്ന തലക്കെട്ടോടു കൂടിയാണ് ബജറ്റിനെ സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുള്ളത്. ആദായ നികുതിയിൽ വലിയ ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ രസകരമായ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്തയിലേക്ക് കടക്കുന്നത്. നികുതി നൽകേണ്ടവരുടെ നേട്ടം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. കൂടെ തന്നെ എന്താണ് പുതിയ സ്ലാബും പഴയ സ്ലാബും തമ്മിലുള്ള അന്തരങ്ങൾ എന്ന് കാണിക്കുന്ന 2 ടേബിൾ കൂടി മാതൃഭൂമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയെ സംബന്ധിച്ച് മാതൃഭൂമി ബജറ്റിന് വേണ്ടി തന്നെ 3 പേജുകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ലക്ഷ്യം ഇടത്തരക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് പുതിയ ബജറ്റിലെ വാഗ്ദാനങ്ങൾ എന്നെല്ലാം പറയുന്ന കൃത്യമായി തന്നെ തരം തിരിച്ച് നൽകിയിട്ടുണ്ട്. കാർഷികം, വ്യവസായം, തൊഴിൽ, ആരോഗ്യം, നികുതി എന്നിങ്ങനെ കൃത്യമായി തന്നെ എന്തെല്ലാമാണ് പുതിയ ബജറ്റിൽ പറയുന്നത് എന്ന് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ തൊട്ട് അടുത്ത പേജിൽ തന്നെ വികസിത ഭാരതം ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് യുവത, സ്ത്രീകൾ, പാവപ്പെട്ടവർ, മധ്യവർഗം, കായികം എന്ന് പറഞ്ഞുകൊണ്ട് രസകരമായ രീതിയിൽ മാതൃഭൂമി ആ 2 പേജുകളിലും വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വികസന എഞ്ചിൻ എന്ന വലിയൊരു തലക്കെട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് വന്ദേ ഭാരത് വരും ഇനിയുമേറെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് 36 ഇനം മരുന്നുകൾക്ക് തീരുവ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സബ് സ്റ്റോറികളും ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ നിർലോഭം നിർദ്ദയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഇടത്തരക്കാർക്ക് ആശ്വാസം, 12 ലക്ഷം വരെ ആദായ നികുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ട്രിപ്പ് നൽകിയിട്ടുള്ളത്. ബീഹാറിന് കൈയയച്ച സഹായം, കേരളത്തിന് വീണ്ടും അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് 2 ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട്. പിന്നെ കൃഷി, വ്യവസായം, സഹായം, വികസനം, വില കുറയും, വില കൂടും, കയറ്റുമതി പരിഷ്കാരങ്ങൾ എന്നെല്ലാം തന്നെ ഹെഡിങ് കൊടുത്തുകൊണ്ട് കൃത്യമായി തന്നെ ഓരോ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് എന്തെല്ലാമാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം തന്നെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്. ജനങ്ങളുടെ ബജറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് ഒരു സബ് സ്റ്റോറിയെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വെടിയേറ്റമുറിവിൽ ബാൻഡ് എയ്ഡ് ഒട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഇതിൽ പങ്കുവച്ചിട്ടുള്ള ചിത്രവുമായി ബന്ധപ്പെട്ടാണ്. ചിത്രം ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. ഇനി മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ കേരളത്തോട് എന്തിനീ അരിശം എന്ന് ചോദിച്ചുകൊണ്ടാണ് ബജറ്റിനെ സംബന്ധിച്ച വാർത്ത മാധ്യമത്തിൽ നൽകിയിട്ടുള്ളത്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോട് മുഖം തിരിച്ചു, വയനാടിനോട് കണ്ണടച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ആവശ്യപ്പെട്ടതെന്ത്, കിട്ടിയതെന്ത് എന്ന് കാണിക്കുന്ന മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന കാർട്ടൂണാണ്. രസകരമായ ഒരു കാർട്ടൂണാണ്. സുരേഷ് ഗോപിക്ക് ഒരു മുട്ട പങ്കുവെച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പറയുന്ന വാക്കുകളാണ്. ഭാഗ്യവാൻ ഇത് വിരിഞ്ഞാൽ അടുത്ത പൂരത്തിന് എഴുന്നള്ളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു കാർട്ടൂണാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. അടുത്തത് ജന്മഭൂമിയാണ്. സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി ബജറ്റുമായി ബന്ധപ്പെട്ട തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് ഹെഡിങ് കൂടി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. വാർത്തകളിലേക്ക് വരുമ്പോൾ ഖജനാവിനെ കുറിച്ചല്ല ജനങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കും, റെയിൽവേക്ക് 2.6 ലക്ഷം കോടി സുരക്ഷാ വിഹിതം കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് ബീഹാർ, ഡൽഹി കേന്ദ്ര ബജറ്റ് 2025 വോട്ട് ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ദേശാഭിമാനി പങ്കുവച്ചിരിക്കുന്ന കാർട്ടൂണും രസകരം തന്നെയാണ്. ഒരുപാട് അർത്ഥങ്ങൾ പറയുന്ന കാർട്ടൂൺ തന്നെയാണ്. കേരളത്തിന് വീണ്ടും ഓട്ടക്കാലണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബജറ്റിൽ കേരളം എന്ന വാക്കുപോലുമില്ല. വയനാടിനും വിഴിഞ്ഞത്തിനും സഹായമില്ല. എയിംസിനും പ്രത്യേക സാമ്പത്തിക പാക്കേജുമില്ല. അംഗൻവാടി, ആശ, ഉച്ചഭക്ഷണ പദ്ധതികൾക്ക് വേതനം ഉയർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തോട് എങ്ങനെയെല്ലാമാണ് അവഗണന കാണിച്ചതെന്ന് ദേശാഭിമാനി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന് സർവം സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നാണ്. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം, ആണവോർജ്ജ നിയമം ഭേദഗതി ചെയ്യും, സ്വകാര്യ മേഖലയിൽ ചെറുകിട ആണവ റിയാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ബജറ്റുമായി ബന്ധപ്പെട്ട് നൽകുന്ന കാര്യങ്ങളെന്ന് വ്യക്തമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബീഹാറിന് വാരിക്കോരി എന്നതാണ് അടുത്ത തലക്കെട്ട് വരുന്നത്. ബജറ്റിൽ ബീഹാർ എന്ന് പലയാവർത്തി മഖാന ബോർഡ്, ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കൃഷിക്കായി പശ്ചിമ കോസി കനാലിന് ധനസഹായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബീഹാറിന് എന്തെല്ലാമാണ് പുതിയ ഓഫറുകൾ എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന് അവഗണനയുടെ രാഷ്ട്രീയ രേഖ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളും ദേശാഭിമാനി വാർത്തയായി തന്നെ നൽകുന്നുണ്ട്. ആദായ നികുതി പരിധി ഉയർത്തി 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഇളവ് എന്ന് പറഞ്ഞുകൊണ്ട് ബജറ്റിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ വാർത്തയും ദേശാഭിമാനി പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് എടുക്കുമ്പോൾ തലക്കെട്ടിനോട് ചേർന്നുകൊണ്ട് നൽകിയിട്ടുള്ള മറ്റൊരു വാക്ക്
പുതിയ ബജറ്റ് കണ്ട് എനിക്കിപ്പോൾ ഒരു സംശയം, കേരളം ഇന്ത്യയിലാണോ എന്ന ടി പത്മനാഭന്റെ വാക്കുകൾ ദേശാഭിമാനി വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ മുകളിലായി നൽകുന്നുണ്ട്. ഇനി ദേശാഭിമാനിയിലെ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, അണുശക്തിയും ഇൻഷുറൻസും തീരെഴുതി എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടോടുകൂടിയാണ് ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി 100% ആണവ ബാധ്യതാ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്. മറ്റൊന്ന്, PMAY പദ്ധതി എസ്റ്റിമേറ്റിൽ 55% കുറവ്, കൈയച്ചില്ല, കഴുത്തു ജനിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, സാക്കിയ ജാഫ്രിക്ക് വിട എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് വംശഹത്യയിൽ നീതിക്കായി നരേന്ദ്രമോദിയെ അടക്കമുള്ളവർക്കെതിരെ നിയമ പോരാട്ടം നടത്തിയ സാക്കിയ ജാഫ്രിക്ക് വിട എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ ദേശാഭിമാനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. രാധയുടെ മകൻ ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മിന്നി 3 പൊന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയും നൽകുന്നുണ്ട്. ദേശീയ ഗെയിംസിൽ പുരുഷ നീന്തലിൽ 200 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗത്തിൽ കേരളത്തിന്റെ സജൻ പ്രകാശ് സ്വർണത്തിലേക്ക് കുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അടുത്തത് മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോൾ വളരെ കളർഫുൾ ആയിട്ടാണ് മലയാള മനോരമ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദായ നികുതിയിൽ ബമ്പർ ഇളവ്, വരുമാനാനന്ദം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, 12 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായി ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, വില കൂടുന്നവ കുറയുന്നവ എന്നെല്ലാം തന്നെ തരംതിരിച്ച് എഴുതുന്നുണ്ട്. കളിപ്പാട്ട മുതൽ കപ്പൽ വരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി, കപ്പൽ നിർമ്മാണത്തിന് ക്ലസ്റ്റർ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. ഇനി വാർത്തയിലേക്ക് വരുമ്പോൾ, ആദായം എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. നികുതി ഒഴിവാക്കുന്നത് 7 മുതൽ 12 ലക്ഷം വരുമാന പരിധിയിലുള്ള 1 കോടി ആളുകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു സബ് ഹെഡിങ് വരുന്നത്. കേരളത്തിന്റെ ആശങ്ക ഉള്ളതും പോകുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. മാത്രമല്ല, മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള കാർട്ടൂണും ഏറെ രസകരം തന്നെയാണ്. ഡൽഹി, ബീഹാർ, ആന്ധ്രയ്ക്കെല്ലാം പുതിയ സമ്മാന പൊതികൾ കൊടുക്കുമ്പോൾ ബാലഗോപാലിന് കളിപ്പാട്ടം കൂട് എന്ന് നരേന്ദ്രമോദി നിർമ്മല സീതാരാമനോട് പറയുന്നതാണ് കാർട്ടൂണിൽ നൽകിയിട്ടുള്ളത്. തൊട്ട് സൈഡിൽ തന്നെ ബാലഗോപാലൻ ഒരു ചാക്കുമായി നിൽക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതായത് കേരളത്തിന് ഒന്നും നൽകിയിട്ടില്ല, കളിപ്പാട്ടമെങ്കിലും കൊടുക്കുക എന്നെല്ലാം പറയുന്ന രസകരമായ രീതിയിലാണ് ആ കാർട്ടൂൺ മലയാള മനോരമ പങ്കുവച്ചിട്ടുള്ളത്. അടുത്തത് കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് വരുമ്പോൾ, ലക്ഷ്മി കടാക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ആദായ നികുതി 12 ലക്ഷം വരെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെഡിങ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, നിർമ്മിത ബുദ്ധിയിൽ ചൈനയെ വെല്ലാൻ ഉള്ള നീക്കം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി നൽകുന്നുണ്ട്. കേരളത്തെ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ, വലിയ ഡെക്കറേഷനൊന്നും ഈ ബജറ്റുമായി ബന്ധപ്പെട്ടില്ല. വാർത്തകളിലേക്ക് വരുമ്പോൾ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കൽ വിവരങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പകുതിയാക്കി വെട്ടിക്കുറച്ച നടപടി വിവാദമായതിന് പിന്നാലെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ഹൈക്കോടതി ഉത്തരവ് കാത്ത കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകുന്നുണ്ട്. US വീണ്ടും വിമാന ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗള അന്തരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും ദീപികയിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത നൽകിക്കൊണ്ട് രണ്ടാമത്തെ ഫ്രണ്ട് പേജിലാണ് ദീപിക ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. നികുതിയിൽ ആദായ വിപ്ലവം എന്ന തലക്കെട്ടോടുകൂടിയാണ് ദീപിക വാർത്ത നൽകിയിട്ടുള്ളത്. കേരളത്തിന് നിരാശ, വയനാടിനും അവഗണന എന്നുകൂടി ഒരു സബ് ഹെഡിങ് നൽകുന്നുണ്ട്. ബജറ്റ് ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സമഗ്രമായി തന്നെ എന്താണ് ബജറ്റിൽ പറയുന്നതെന്നെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, തൊഴിലുറപ്പ് പദ്ധതിയെ തിരിഞ്ഞു നോക്കാതെ ധനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്റ്റോറി നൽകിയിട്ടുണ്ട്. ആദായ നികുതി ഇളവുകൾക്ക് ഒരു വഴി, നികുതി കൂടുതൽ മധ്യവർഗത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. നികുതി ലാഭം പുതിയ സ്കീമിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് ദീപികയിൽ നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.